എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ 4 അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുണ്ട്. പ്രോബബിലിറ്റിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നൊരു ചാപ്റ്ററാണിത്. ആ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതായത് ടേം 1, ടേം 2 എക്സാമിനേഷൻസ്, അതുപോലെ ഫെബ്രുവരി മാസത്തിൽ നടത്തുന്ന മോഡൽ പരീക്ഷ, പിന്നീട് മാർച്ച് മാസത്തിൽ നടന്നിട്ടുള്ള ഒറിജിനൽ SLC പരീക്ഷ, ഇത്രയും പരീക്ഷകളുടെ ചോദ്യപേപ്പറും ഇതുകൂടാതെ ഒഫീഷ്യൽ സൈറ്റിൽ റിലീസ് ചെയ്തിട്ടുള്ള കുറച്ച് സമ്മേറ്റീവ് അസസ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെയും ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് അതുപോലെ തന്നെ ചോദിക്കും എന്നല്ല അർത്ഥം. ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റുകൾ തറവാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദി പിക്ചർ ദി റെക്ടാങ്കിൾ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഡ്രോൺ. If a point is marked arbitrarily within the triangle, what is the probability that it will be within the rectangle? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ജോയിൻ ചെയ്തുകൊണ്ട്, സൈഡുകളല്ല കേട്ടോ, മിഡ് പോയിൻറ്റുകൾ, സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഒരു റെക്ടാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർബിട്രറി ആയിട്ട് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്, കണ്ണടച്ചൊരു പോയിൻ്റ് അങ്ങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഈ റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രമാത്രമാണ്. നമ്മൾ ഇതുപോലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഏരിയ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. So for that we need to find out the area of rectangle as well as the triangle. അപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ ട്രയാങ്കിളിൻ്റെ ബേസിനെ ഞാൻ B എന്ന് കൊടുക്കുകയാണ്. അതായത് ഇവിടം വരെയുള്ള ഈ ദൂരം എന്ന് പറയുന്നത് B ആണ്. ഇവിടെ നിന്ന് മുതൽ ഈ ദൂരം വരെ എന്ന് പറയുന്നത് H ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു B ഇൻറ്റു H ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അതായത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ B/2 ആണ് അല്ലെ. റെക്റ്റാങ്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, അതെന്താണ് B/2 ആണ്, ബേസിൻ്റെ പകുതിയാണ്. സിമിലർലി റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഓക്കെ, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ പകുതിയാണ്, മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, H/2 ആണ്. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ എന്താണ് B/2 ഇൻറ്റു H/2 ആണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, BH/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയയും കിട്ടി, റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കിട്ടി. ഇനി ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. P = ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആരാണ്, BH/2 ആണ്. BH/2 അല്ല കേട്ടോ, 2 × 4 ആണ്, ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്, 2 × 4 ആണ്. BH/4 ഡിവൈഡഡ് ബൈ ഇത് BH/2 എന്ന് എഴുതാൻ പ്രശ്നമില്ലല്ലോ, ഹാഫ് BH എന്ന് പറഞ്ഞെങ്കിൽ BH/2 ആണ്. ഓക്കെ, BH/2. ഇനി നമ്മൾ എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്, ആദ്യത്തെ ഫ്രാക്ഷനെ ഒരു മാറ്റവും ഇല്ലാണ്ട് അതുപോലെ തന്നെ നിർത്തുക, രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എടുക്കുക, അല്ലെങ്കിൽ തല കുത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, BH/4 ഇൻറ്റു BH/2 എന്നുള്ളതിന് പകരം നമ്മൾ എന്തെടുക്കണം, 2/BH എന്ന് എടുക്കാം. അതാണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക, അല്ലെങ്കിൽ തല കുത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ BHഉം BHഉം എന്തായിപ്പോയി, കട്ട് ചെയ്ത് പോയി. 2ഉം 4ഉം ആയിട്ട് കട്ട് ചെയ്യാം, അതെത്ര വരും, 1/2 എന്ന് വരും. കിട്ടിയോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കുത്തു വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓർബിട്രേറ്റർ ഒരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പോയിൻ്റ് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ വീഴാനായിട്ടുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3.
2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാം. 2 ഡിജിറ്റ് നമ്പർ എവിടെ മക്കളെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ നിന്നാണ്. 10 മുതൽ എത്ര വരെയാണ് 2 ഡിജിറ്റ് നമ്പർ? 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ 3ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്, എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. 10 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ 3ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്? 11 മൾട്ടിപ്പിൾ അല്ല, 12 മൾട്ടിപ്പിൾ ആണോ? അതെ, 12. അപ്പം നമ്മൾ 12ആണ് നമ്മുടെ ഫസ്റ്റ് ആളെന്ന് പറയും. നമ്മൾ കൺസിഡർ ചെയ്യുന്നതല്ലേ, എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സിനെയും നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതനുസരിച്ച് 3ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള 2 അക്ക സംഖ്യകൾ മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്തുകൊണ്ടേച്ചാൽ മതിയാവും. 12 എടുത്തു. അടുത്ത മൾട്ടിപ്പിൾ ആരാണ്? 15ആണ്. ഇങ്ങനെ ഈ സീരീസ് ഇങ്ങനെ നീണ്ടു പോയിട്ട് 99 വരെ പോകും അല്ലേ. 99 എന്ന് പറയുന്നത് എന്താണ്? 2 അക്ക സംഖ്യയാണ്, 3ൻ്റെ ഗുണിതവുമാണ്, 3ൻ്റെ മൾട്ടിപ്പിളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയേക്കുന്നത്? ആക്ച്വലി നമുക്കിവിടെ കിട്ടിയേക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസാണ്. ഇതുപോലെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അത് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ടേംസ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ആരാണ് ഇവിടെ? 3ആണ്, പ്ലസ് 1. അതായത് 99ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ കിട്ടുന്നത്? 99ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ 87 കിട്ടുന്നത്. 87/3 പ്ലസ് 1. 87/3 എന്ന് പറയുന്നത് 29ആണ്. 29ഉം 1ഉം 30. സോ നമുക്ക് എത്ര നമ്മുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 30ആണ്. 30 പേരാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ? ഇത് ഓഡ് നമ്പർ ആകാനായിട്ടുള്ള ചാൻസ് ഏതൊക്കെയാണ്? ഈ എഴുതിയേക്കുന്നതിൽ 12 ഓഡ് നമ്പർ ആണോ? അല്ല. 15 ഓഡ് നമ്പർ ആണോ? അതെ. അപ്പം നമ്മുടെ അടുത്ത സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15ൽ നിന്നാണ്. 15 കഴിഞ്ഞാൽ പിന്നെ 3ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ വരുന്നത് 18ആണ്. പക്ഷേ 18 എന്താണ്? 18 ഒരു ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവത്തില്ല. അടുത്ത നമ്പർ ആരാണ്? 18 കഴിഞ്ഞിട്ട് വരുന്നയാൾ 21. എഗെയിൻ ഇങ്ങനെ പോയി എന്താണ്? 99 വരെ പോകും. 99 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്, 3ൻ്റെ മൾട്ടിപ്പിളാണ്, ഓഡ് നമ്പറുമാണ്. ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഓക്കെ, നമ്മൾ എഴുതി പോയി കഴിഞ്ഞാൽ 21 കഴിഞ്ഞാൽ പിന്നെ 24, 24 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 27ആണ്. എത്രയാണ്? കോമൺ ഡിഫറൻസ് 6 വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? n കണ്ടുപിടിക്കാം. ആദ്യം ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെ. n ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 99 മൈനസ് 15 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6ആണ്, പ്ലസ് 1. 99ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 84ആണ് വരുന്നത്. 84/6 പ്ലസ് 1. 84/6 എന്ന് പറയുന്നത് 14ആണ്. 14 പ്ലസ് 1 15. അപ്പം മൊത്തം 15 ഓഡ് നമ്പറുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി പ്രോബബിലിറ്റി മൊത്തം 15 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഇനി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? P ഇസ് ഈക്വൽ ടു നമുക്ക് വേണ്ടിയിട്ടുള്ള മൊത്തം എന്താ പറയുക, ഓഡ് നമ്പേഴ്സായിട്ട് 15 പേരുണ്ട്. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 30ആണ്. സോ എന്ത് വന്നു? P ഇസ് ഈക്വൽ ടു 1/2 എന്ന് വന്നു. ഓക്കെ, 15/2 15 × 2 ചെയ്യുമ്പോഴാണ് 30 വരെ. അപ്പോൾ 1/2 എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെത് 1/2 ആണ് പ്രോബബിലിറ്റി. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഈ കിട്ടിയിരിക്കുന്ന 30 നമ്പേഴ്സിൽ, ഈ കിട്ടിയിരിക്കുന്ന മൊത്തം 30 നമ്പേഴ്സിൽ എത്ര പേരാണ് മൾട്ടിപ്പിൾ ഓഫ് 6 ആയിട്ടുള്ളത്? അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എഗെയിൻ നമ്മൾ നോക്കുക, നമ്മുടെ സീരീസ് നോക്കാം. ഈ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12ൽ നിന്ന് തന്നെയാണ്. 12 എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിളാണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 12ൽ നിന്നാണ്. 12 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ ആരായിരിക്കും? അത് 18 ആയിരിക്കും. 18 മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. ദെൻ 18 കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് 24 ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ പോയി 99 ഇവിടെ എഴുതാൻ പറ്റുമോ? 99 ഇവിടെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? 99 എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 99ൽ താഴെ വരുന്നത് 98 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 97 നോക്കുക. 97 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 96 നോക്കിക്കേ. 96 എന്ന് പറയുന്നത് എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് 99 അല്ല വരുന്നത്. ഇവിടെ വരുന്നതെന്ന് പറയുന്നത് 96 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് 96 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ടേമും കിട്ടി, അവസാനത്തെ ടേമും കിട്ടി. നമുക്ക് n കണ്ടുപിടിക്കാം. 96 - 12 ഡിവൈഡഡ് ബൈ 6 ആറാണ് കോമൺ ഡിഫറൻസ് വരുന്നത്,
പ്ലസ് 1. 96 മൈനസ് 12 എത്രയാണ് വരുന്നത്? 96 മൈനസ് 12 എന്ന് പറയുന്നത് അഗെയിൻ 84 ആണ് വരുന്നത്. 84 ബൈ 6 പ്ലസ് 1 എത്രയാണ്? 15 എന്ന് വരും. 15 പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ 15 ബൈ പി ഇസ് ഈക്വൽ ടു 15 ബൈ എത്രയാണ്? 15 ബൈ 30 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 1/2 ആണ്. എഗെയിൻ ഇവിടുത്തെ പ്രോബിലിറ്റി എത്ര തന്നെയാണ്? 1/2 ആണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9? എഗെയിൻ നമ്മൾ ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ആരാണ്? ഈ തന്നിരിക്കുന്ന സീരീസിൽ 18 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 18 കഴിഞ്ഞാൽ പിന്നെ 27, പിന്നെ വന്നിട്ട് 36, ഇങ്ങനെ പോയി അവസാനത്തെ ആൾ ആരാണ്? 99 ആണ്. ഇനി നമുക്ക് എന്നെ കണ്ടുപിടിക്കാമല്ലോ. എന്നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ലാസ്റ്റ് ടേം മൈനസ് 99 മൈനസ് 18 ഡിവൈഡഡ് ബൈ 9. ഇവിടെ കോമൺ ഡിഫറൻസ് 9 ആണ്. പ്ലസ് 1 ചെയ്യാം. എത്ര വരും ഇവിടെ നമുക്ക് 81/9 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ 81/9 പ്ലസ് 1, അതായത് നമുക്ക് എത്ര വന്നു? 9 പ്ലസ് 1 10 എന്ന് വന്നു. ഇനി ഇപ്പോൾ 10 നമ്പേഴ്സാണ് അങ്ങനെയുള്ളത്, മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ള നമുക്കിനി പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 10/30 എടുത്തുകൊണ്ട് വെച്ചാൽ മതിയാവും. 10/30 എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആണ്. മനസ്സിലായോ? ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, 2 dice with numbers 1 to 6 marked on their faces are rolled together. What is the probability that the sum of the numbers turning up is 9? നമ്മുടെ കയ്യിൽ 2 ഡൈസ് ഉണ്ട്. ഡൈസ് നമ്മൾ പാമ്പും കൂടി കളിക്കുമ്പോൾ ഇടുന്ന സാധനം. 6 ഫേസുകളുണ്ട്. ക്യൂബാണ്. 6 ഫേസ് ഉണ്ട്. അതിൽ 1 to 6 എന്ന് പറയുന്ന നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഡൈസിന് നമ്മൾ എന്താണ് ഒരുമിച്ചാണ് റോൾ ചെയ്ത് വിടുന്നത്. അങ്ങനെ വിടുമ്പോൾ അതിൽ അപ്പിയർ ചെയ്യുന്ന നമ്പേഴ്സ്, 2 ഡൈസിലുമായിട്ട് അപ്പിയർ ചെയ്യുന്ന നമ്പേഴ്സിൽ അവരുടെ സം എടുത്തു കഴിഞ്ഞാൽ 9 കിട്ടാനായിട്ടുള്ള ചാൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര എണ്ണം പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഡൈയിൽ ആരൊക്കെയാണ് വരുന്നത്? ആദ്യത്തെ ഡൈയിൽ 1 to 6 ആണ് വരുന്നത് അല്ലേ? 1 to 6 നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ 1 to 6, ഓക്കെ, 1, 2, 3, 4, 5, 6 ഇങ്ങനത്തെ 6 ഔട്ട്കമാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഡൈസിലും സെയിം തന്നെ 1, 2, 3, 4, 5, 6 ഔട്ട്കംസ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്കിതിനെ പെയറായിട്ട് എഴുതാൻ പറ്റണം അല്ലേ? ആദ്യത്തെ ഡൈസിൽ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ എന്താണ്? 1 തന്നെ വരാം. ഇനി ആദ്യത്തേൽ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ വേണമെങ്കിൽ 2 വരാം. സിമിലർലി ആദ്യത്തേൽ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ 3 വരാം. ആദ്യത്തേൽ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ 4 വരാം. ആദ്യത്തേൽ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ 5 വരാം. ആദ്യത്തേൽ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ 6 വരാം. ഇങ്ങനെ എത്ര എണ്ണം വരെ പറ്റും? ഇങ്ങനെ 6 എണ്ണം വരെ പറ്റില്ലേ? 6,1, അതായത് ഇവിടെ 2,1 പറ്റും. അപ് ടു എത്ര വരെ പറ്റും? 2,6 വരെ പറ്റും. സിമിലർലി 3,1ൻ്റെ ഉള്ളിൽ എത്ര വരെ പറ്റും? അപ് ടു 3,6 വരെ പറ്റും. സിമിലർലി ഇത് 6,1 വരെ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6, ഇങ്ങനെ 6 പ്രാവശ്യം 6 വരും അല്ലേ? 6 പ്രാവശ്യം 6 വരും. അതായത് 6 × 6 36 ഔട്ട്കംസ് ആണ് നമുക്ക് ടോട്ടൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത്. ടോട്ടൽ പോസിബിൾ ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്പെസിഫിക് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ ഡൈസിലെ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 9 വരണം. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പറിൽ 9 കിട്ടാനുള്ള പോസിബിലിറ്റി ആരൊക്കെ തമ്മിൽ കൂട്ടുമ്പോഴാണെന്ന് ആലോചിച്ച് നോക്കാം. 1ൻ്റെ ഉള്ള മാക്സിമം വന്നേക്കണം 1,6 ആണ്. അപ്പോൾ എന്തായാലും എന്ത് വരില്ല? 9 വരില്ല. 1 + 6 ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 9 വരില്ല, 7 വരുള്ളൂ. ഇവിടെ നോക്കിയാൽ ഏറ്റവും മാക്സിമം വരുന്നത് 2 + 6 ചെയ്യുമ്പോഴാണ്. അത് 8 ആണ് വരുന്നത്. അപ്പോൾ അതും അവിടെ ആ 2 ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി 3 മുതൽ നോക്കി വരാം. 3നുള്ള എന്താണ്? 3, 6, 9 അല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് ആൾ നമുക്ക് കിട്ടി. നമ്മൾ അന്വേഷിച്ച് കിടന്ന ആദ്യത്തെ ആളെന്ന് പറയുന്നത്, ആദ്യത്തെ പേർ എന്ന് പറയുന്നത് 3,6 ആണ്. 3,6 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരും ഉണ്ടാവും? 6,3 ഉണ്ടാവുമല്ലോ. കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ആദ്യത്തെ ഡൈസിൽ 6ഉം രണ്ടാമത്തതിൽ എന്താണ്? 3യും വന്നു കഴിഞ്ഞാൽ എന്താണ്? സമ്മ് 9 വരുന്നത്. ദെൻ അടുത്തത് 4ൻ്റെ ഉള്ളിലാണെങ്കിലോ 4ഉം 5ഉം അല്ലേ? 4ഉം 5ഉം. ആദ്യത്തെ ഡൈയിൽ 4, രണ്ടാമത്തതിൽ എന്താണ്? 5 വരുന്നു. നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ തന്നെ നേരെ റിവേഴ്സ് കണ്ടീഷൻ. ആദ്യത്തെ ഡൈയിൽ 5ഉം രണ്ടാമത്തതിൽ എത്രയാണ്? 4ഉം വരുന്നു. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും പോസിബിലിറ്റി നമുക്കിവിടെ പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ 4 പോസിബിലിറ്റിയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ പ്രോബബിലിറ്റി P = എത്രയാണ്? 4/3
36 ആണ്. ആകെ മൊത്തം ഔട്ട്കമ്മിൽ 4 എണ്ണം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം, അതായത് സമ്മ് 9 കിട്ടുന്നുള്ളൂ. സോ നമ്മളുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4/36 ആണ്, അല്ലെങ്കിൽ 1/9 ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.